ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് 16 വയസ്സുകാരനായ അൻഫാലാണ്. സാധാരണയായിട്ട് നമ്മളൊക്കെ നമ്മളുടെ 14 വയസ്സിൽ നമുക്കൊക്കെ 14 വയസ്സ് പ്രായം ഉണ്ടായിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക. ആ ഒരു 14 വയസ്സിൽ തന്നെ സ്വന്തമായിട്ട് ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം, അത് നല്ല രീതിയിൽ വളർത്തിയെടുക്കണം എന്ന് ചിന്തിച്ച് അവിടെ നിന്ന് 16 വയസ്സിൽ തന്നെ നല്ല രീതിയിൽ ഒരു ഗ്രോത്ത് ഉണ്ടാക്കി ആളുകൾ അറിയപ്പെടുന്ന MBAക്കാർക്ക് പോലും 30,000 രൂപ സാലറിയിലും മറ്റുമൊക്കെ ഒരുപാട് എംപ്ലോയീസിനെ വെച്ച് ഒരുപാട് എംപ്ലോയീസിന് വർക്ക് കൊടുക്കുന്ന ഒരു CEO ആയിട്ട് നിൽക്കുന്ന 16 വയസ്സുകാരനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. സോ വെൽക്കം ടു ദ ഷോ ബ്രോ. ഈ ഒരു ജേണിയിൽ എവിടെയെങ്കിലും ഡീമോട്ടിവേഷൻ ഫീൽ ചെയ്യേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടില്ല. മാത്രമല്ലാതെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിലേക്കൊക്കെ എൻ്റർ ആവുന്ന സമയത്ത് അവന് പ്രായം കുറവാണ്, അവനൊരു ചെറിയ കുട്ടിയാണ്, ഇങ്ങനെ ഉള്ള ആളുകളെ ഈ രീതിയിലൊക്കെ കാണുന്നതൊക്കെ എൻ്റെ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ബിസിനസ് മോഡൽ എന്ന് പറഞ്ഞാൽ ഞാൻ തുടങ്ങിയ കാലം മുതൽ ആരെയും നിർബന്ധിപ്പിച്ച് വാങ്ങിച്ചിട്ടില്ല. അതായത് ആദ്യം മുതലേ കസിൻസ് ആണെങ്കിലും ശരി, ഫാമിലി ഫ്രണ്ട്സ് എല്ലായിടത്തും ഞാൻ നിർബന്ധിപ്പിച്ച് വാങ്ങിച്ചിട്ടില്ല. വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം അങ്ങനെ തുടങ്ങി ഫസ്റ്റ് ഡീലേഴ്സിനും കൂടെ ഇപ്പം 14 വയസ്സ് ഇവനെ എന്ത് ചെയ്യാൻ പോണെന്ന് അവർക്കൊരു അത്ഭുതമുണ്ട്. അപ്പം അങ്ങനത്തെ ഒരു ഇതുണ്ട്. ആകെ ഡീലേഴ്സ് മാത്രമായിട്ട് അറിയുള്ളൂ, പിന്നെ ബാക്കിയൊക്കെ ഓൺലൈൻ ആണല്ലോ. അപ്പോൾ അവർക്ക് അറിയില്ല എത്രാമത്തെ വയസ്സാണ് ചാറ്റ് ചെയ്യണേ, എത്ര പ്രായമുള്ള ആളെ ചാറ്റ് ചെയ്യണമെന്ന് അറിയില്ല. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നോർമലി ഒരു 10th +1 +2 ഒക്കെ പഠിക്കുന്ന പയ്യന്മാർക്ക് കൂടുതലും ഒരു സിനിമയിലൊക്കെ കണ്ട് ഒരു റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ അതിലേക്ക് പോകാനുള്ള ട്രിഗർ ഒക്കെ വളരെ കൂടുതലായിട്ട് ഉണ്ടാവാറുണ്ട്. അൻഫാലിന് എങ്ങനെയാണ്? എനിക്ക് റിലേഷൻഷിപ്സ് ഒന്നും ഇല്ല, ബിസിനസ് ആയിരിക്കും റിലേഷൻഷിപ്പ്. ബിസിനസ്സാണ് റിലേഷൻഷിപ്പ്. ഇപ്പൊ അൻഫാലിന്റെ മുന്നിൽ ഒരു 10th പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് വരികയാണ്. എന്നിട്ട് അൻഫാലിന്റെ അടുത്ത് പറയാണ്, അൻഫാൽ ഏട്ടാ എനിക്കും അൻഫാൽ ചേട്ടനെ പോലെ ആയി മാറണം, ചേട്ടനെ പോലെ ഈ ഒരു ലെവലിലേക്കൊക്കെ വരണം എന്നൊക്കെ പറയാണ്. അപ്പൊ അവന് എന്ത് അഡ്വൈസ് ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക? എടാ നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അവനോട് എന്തായിരിക്കും പറയുക? അതിപ്പം എനിക്ക് ആക്ച്വലി എൻ്റെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. ഞാൻ ആക്ച്വലി എല്ലാവരുടെ ഐഡിയാസ് വെച്ചെത്തിയ ഒരാളാണ്. അല്ല, ഇതൊരു ബിസിനസ് കോൺസെപ്റ്റിൽ കാണണ്ട. എന്നെ പോലെ ഇതേ ഒരു ബിസിനസ് വളർത്തിയെടുക്കുക എന്നുള്ളതല്ല. അവൻ്റെതായിട്ടുള്ള എനിക്കും എൻ്റെതായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണം എന്നുണ്ട്. ഇപ്പം എങ്ങനെ വെച്ചാൽ ഞാൻ പറയും, അവരുടെ സ്വന്തം കാലിബർ എന്താണോ അത് കണ്ടുപിടിച്ചിട്ട് അതിലേക്ക് മാക്സിമം ഇട്ടുകൊടുത്ത് ചെയ്യുക. എങ്ങനെയാണ് ആ ഒരു കാലിബർ കണ്ടുപിടിക്കുക എന്ന് ചോദിക്കുക? അതിപ്പം ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള സംഭവം ഏതാണ്, അത് ആ പ്രായത്തിൽ ഏതാണോ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ്, അതിലേക്ക് നമുക്ക് എന്തോരം നമുക്ക് ഡൊണേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിയിട്ട് ചെയ്യാം. അപ്പോൾ അടുത്തത് ഞാൻ എന്നെപ്പോലെ ആവാൻ പറയില്ല, കാര്യം എന്നെക്കാളും വലുതാവാനേ പറയൂ. അതിപ്പോ ഗെയിംസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഫുട്ബോള്, ഫുട്ബോൾ ആണെങ്കിൽ ഫുട്ബോളിൽ ഓപ്പർച്യൂണിറ്റി ഫോളോ ചെയ്യുക. ഫുട്ബോൾ ഇപ്പം ഗെയിംസ് ആണെങ്കിൽ നമുക്ക് പുച്ഛിക്കാൻ പറ്റില്ല, കാര്യം ഗെയിംസ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ്. കാസ്ട്രോ ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിയൊക്കെ ഒരു 22,000 റുപ്പീസിന്റെ ഫോൺ വെച്ചാണ് ഇപ്പം എത്രയും ഇപ്പം ബെൻസ് E-ക്ലാസ് ഇറക്കം എടുത്തേക്കണം. അപ്പോൾ പുള്ളി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിയ സംഭവമാണ്. പിന്നെ എല്ലാത്തിനും ഇപ്പോൾ ഫുട്ബോൾ കളിച്ചാൽ ഫുട്ബോൾ നമുക്ക് വലിയ വലിയ ക്ലബ്സിലേക്ക് പോകാം. FC ബാഴ്സലോണ, ലിവർപൂൾ, മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, മാഞ്ചസ്റ്റർ സിറ്റി, അങ്ങനെ വലിയ വലിയ ക്ലബ്സ് ഉണ്ട്, അവിടെ പോവാം. പിന്നെ ബാസ്കറ്റ്ബോൾ ആണെങ്കിൽ ബാസ്കറ്റ്ബോളിൻ്റെ ക്ലബ്സിൽ പോവാം. അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് ഒരു ഓപ്ഷൻസ് തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ മാക്സിമം ഡിസ്കവർ ചെയ്താൽ നമുക്ക് എല്ലാം നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നുണ്ട്. നിനക്ക് താല്പര്യമുള്ള കാര്യം ഫോളോ ചെയ്യുന്നതായിരിക്കും പറയുക. അതെ, താല്പര്യമുള്ള കാര്യം ഫോളോ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ 9ാമത്തെ വയസ്സ് മുതൽ അച്ഛൻ്റെ ഓഫീസിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അച്ഛനിൽ നിന്ന് കിട്ടിയിട്ടുള്ള 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈഫ് ലെസൺ, അതുപോലെ അമ്മയിൽ നിന്ന് കിട്ടിയിട്ടുള്ള ലെസൺസ്. അച്ഛൻ്റെ അടുത്ത് നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ ലൈഫ് ലെസൺസ് കിട്ടിയത്. എൻ്റെ ബിസിനസ്സിൻ്റെ ഒരുപാട് ലൈഫ് ലെസൺസ് അച്ഛൻ്റെ അടുത്ത് നിന്ന് കിട്ടി. അതിപ്പം 2 ഒതുക്കാൻ പറ്റില്ല. അമ്മേൻ്റെ അടുത്ത് എന്ന് പറഞ്ഞാലും ഒരുപാട് ലൈഫ് ലെസൺസ് കിട്ടിയിട്ടുണ്ട്. ഒരു 2 ഷെയർ ചെയ്യാനായിട്ട് പറ്റുന്നത്, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് മൈൻഡിലേക്ക് ഓടി വരുന്ന. ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ്, അത് ഞാൻ അച്ഛനെ കണ്ടിട്ടുണ്ട്. എന്ത് ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് കണ്ടിട്ടുണ്ട്, അതായത് ഒരു ബിസിനസ്സിൽ റിസ്ക് എടുക്കാനുള്ളൊരു കോൺഫിഡൻസ് കണ്ടിട്ടുണ്ട്. സെക്കൻഡ്ലി ഷെയർ ചെയ്യാമെന്ന് വെച്ചാൽ, സെക്കൻഡ്ലി എന്ന് പറഞ്ഞാൽ ഒരിക്കലും പുള്ളിക്ക് പനി വന്നിരിക്കുന്ന സമയത്തും കൂടെ പുള്ളി വീട്ടിലിരുന്ന് ഞാൻ കണ്ടിട്ടില്ല. അപ്പം അതായത് റെസ്റ്റ് ചെയ്യാനൊക്കെ കുറവാണ്. അപ്പം മാക്സിമം പുള്ളിക്ക് ഒരു ഗോൾ ഉണ്ടെങ്കിൽ അത് അച്ചീവ് ചെയ്യാൻ നോക്കും. അപ്പം ഞാനൊരു ഗോൾ അങ്ങനെ, അതായിരിക്കും 2 ലൈഫ് ലെസൺസ്. അമ്മയിൽ നിന്ന് നോക്കിയാൽ
ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ, ഞാൻ ആലോചിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അൻഫാലിന്റെ അപ്പൊ ഇനി അങ്ങോട്ടുള്ള ഒരു 5 വർഷത്തിന് ശേഷമുള്ള വ്യക്തിത്വത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ വ്യക്തിത്വത്തെ ആലോചിച്ചിട്ടില്ല. മറ്റേത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നോക്കിയാൽ ഇപ്പം വിത്തിൻ 1 to 2 years ഹൈവേൻ്റെ സൈഡിൽ തന്നെ ഒരു 3000 to 4000 സ്ക്വയർ ഫീറ്റ് തന്നെ വലിയൊരു സ്റ്റോർ വരും. പിന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇപ്പം 8 കൺട്രീസിലേക്ക് തന്നെ എക്സ്പാൻഷൻ ഉണ്ട്. 8 കൺട്രീസ് എക്സ്പാൻഡ് ചെയ്യും. എത്ര കൺട്രീസിലുണ്ട് ഇപ്പോൾ ടോട്ടൽ ഇന്ത്യ മാത്രമുണ്ട്. പിന്നെ ഇപ്പം ഒരു വിത്തിൻ 1 month ഉള്ളിൽ തന്നെ നമ്മൾ 8 കൺട്രീസിലേക്കും കൂടെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ടോട്ടൽ പിന്നെ നമ്മുടെ 5 yearsനുള്ളിൽ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇപ്പം എൻ്റെ കാഴ്ചപ്പാടി ദൈവം പടച്ചോൻ സഹായിച്ച് പിന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും വേറെ പറ്റിക്കപ്പെട്ടൊന്നും പെട്ടിട്ടില്ലെങ്കിൽ 5 yearsനുള്ളിൽ തന്നെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടോട്ടൽ ഒരു 12ഓളം 15ഓളം കൺട്രീസിലേക്ക് എക്സ്പാൻഷൻ നടത്തും. 15ഓളം കൺട്രീസിലേക്ക് ബ്രാഞ്ച് ഉണ്ടാവും. ഇന്ത്യയിൽ മാത്രം ഒരു 10-40 ബ്രാഞ്ചിൻ്റെ അടുത്തുണ്ടാവും. ഓൾ ഇന്ത്യ, ഡൽഹി, ബാംഗ്ലൂർ, മുംബൈ, അവരെല്ലാ സ്ഥലത്തും ഉണ്ടാവും. ഇപ്പൊ ഈ സെയിൽസ് ടീം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അൻഫാലിന്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്ന സെയിൽസ് ടീമിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇവരെയൊക്കെ ആരാണ് ട്രെയിൻ ചെയ്തെടുക്കുന്നത്? ആക്ച്വലി ട്രെയിൻ ആയിട്ടുള്ള ആൾക്കാരാണ് എന്നെ ട്രെയിൻ ആയിരിക്കുന്ന ആൾക്കാരാണ് അവരെയാണ് ഹയർ ചെയ്യുന്നത്. നാള് മുമ്പ് വരേക്കും അൻഫാൽ അത്രയ്ക്ക് പോപ്പുലർ ആയിരുന്നില്ല. കുറെ ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിലും പോപ്പുലാരിറ്റി എന്നുള്ളത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് കുറച്ചുകൂടി ഒന്ന് പോപ്പുലറായി. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ബിഫോർ പോപ്പുലാരിറ്റി, ആഫ്റ്റർ ഇതിനെങ്ങനെയാണ് കാണുന്നത്? ഇതിന് ശേഷം വന്ന ഡിഫറൻസ് എന്താണ്? ആൾക്കാരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസങ്ങൾ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. അതാണ് മെയിൻ ഡിഫറൻസ്. പിന്നെ ആൾക്കാർ നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ ഒരുപാട് പേര് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് പേര് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ അൻഫാല് കുറച്ച് ബിസിനസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇത്ര പൈസ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബിസിനസ് ചെയ്യുന്നത് നിർത്തും, അങ്ങനെയുള്ള ഒരു കോൺസെപ്റ്റ് ഇല്ല, ഒരിക്കലും ഇല്ല. ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയ നാളെ പോകാനുള്ള സംഭവമാണ്. അതിപ്പോൾ ഒരിക്കലും ഇന്നുണ്ടാക്കിയ പൈസ എൻ്റെ അല്ല. ഇന്നുണ്ടാക്കുന്ന പൈസ എന്തായാലും നാളെ ആ പൈസ മൊത്തം ഇല്ലാണ്ടാവാം. ഒരിക്കലും അങ്ങനത്തെ ഒരു തോട്ടില്ല എൻ്റെ മനസ്സിൽ. തുടങ്ങുന്ന ഇപ്പൊ പല ബിസിനസ് എൻ്റെ പറഞ്ഞാൽ മെയിൻ മോട്ടീവ് എന്ന് പറഞ്ഞാൽ മാക്സിമം ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുക. അതാണ് എൻ്റെ മെയിൻ മോട്ടീവ്. എൻ്റെ ഒരു വിത്തിൻ 10 years എൻ്റെ ഒരു മിനിമം ഒരു മാക്സിമം ഒരു മിനിമം ഒരു അത്യാവശ്യം എന്നെ കൊണ്ട് കഴിയാവുന്ന ആൾക്കാർക്ക് അത്രയും എംപ്ലോയ്മെന്റ് കൊടുക്കുക. അത് എത്രയാണ് ഒരു കൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്? കൗണ്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു 10,000 ആണ്. എത്തിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, ജസ്റ്റ് ചിലപ്പോൾ ഒരു ഡ്രീം മാത്രമാവാം. അൻഫാൽ ഈ ബിസിനസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് ഒരു പാസീവ് ഇൻകം ക്രിയേറ്റ് ചെയ്യുക, ചെലവുകൾ കടന്നു പോകാനായിട്ടുള്ള ഒരു എമൗണ്ട് കിട്ടുക എന്നുള്ളതായിരുന്നു. സോ ഇതുപോലെ പാസീവ് ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് പല സ്റ്റുഡൻസും ആഗ്രഹിക്കുന്നുണ്ടാവും. സോ അവരോട് എന്തെങ്കിലും പറയാനായിട്ടുണ്ടോ? ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെ സ്വന്തം ഐഡിയാസ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ മാക്സിമം നമ്മൾ എന്തിലാണോ കഴിവ് അതിലേക്ക് ഫോക്കസ് ചെയ്ത് നോക്കുക. പക്ഷേ ചില കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്ന സമയത്ത് അതിൽ നിന്ന് റിസൾട്ട് കിട്ടാനായിട്ട് അവർക്ക് ഒരുപാട് ടൈം ഉണ്ടാവും. പക്ഷെ അവർക്ക് പെട്ടെന്ന് മണി വേണം എന്നുള്ള രീതിയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. അതിപ്പോൾ എൻ്റെ സ്റ്റേജിലും ഞാനൊരിക്കലും അല്ലേ, ഞാൻ +2 എത്തുമ്പോഴായിരുന്നു എൻ്റെ 10,000 മാർജിൻ. അതെന്നൊക്കെ പറഞ്ഞാൽ 500 മാർജിനുള്ളൂ. എൻ്റെ 500 എൻ്റെ പ്രോഫിറ്റ്. ചെറുതിൽ നിന്ന് ആരംഭിക്കുക എന്നുള്ളത്. അതെ, ചെറുതിൽ നിന്ന് ആരംഭിക്കുക. അപ്പം നമുക്ക് ഒരിക്കലും 1000 രൂപ 5000 രൂപ കിട്ടാൻ വേണ്ടി നമ്മൾ പോയി ഒരു പരിപാടി ചെയ്തിട്ട് കാര്യമില്ല. അപ്പം നമ്മൾ ചെയ്യുന്നത് ഒരിക്കലും നമ്മുടെ പാഷനോ നമ്മുടെ ആഗ്രഹത്തിനോ അല്ല നമ്മൾ ചെയ്യണം, നമ്മൾ പൈസക്ക് വേണ്ടി മാത്രമേ ചെയ്യണം. അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഒരിക്കലും. പിന്നെ ഇങ്ങനെയുള്ള ഗോൾസ് ഒക്കെ ഉണ്ടോ? അതായത് ഇപ്പൊ പലരും ബിസിനസ് ഒക്കെ തുടങ്ങണം, റിച്ച് ആവണം, റോൾസ് റോയ്സിലൊക്കെ സഞ്ചരിക്കണം, പല കൺട്രീസ് ഒക്കെ കാണണം. നോർമലി ഒരു റിച്ച് എന്നുള്ള ഒരു കോൺസെപ്റ്റ് 2 ഗോൾസ് ഉണ്ടാവും. ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ മാക്സിമം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാക്സിമം ബ്രാൻഡ് സെഗ്മെന്റിലേക്ക് എത്തിച്ച് വീണ്ടും എൻ്റെ കീഴിൽ വീണ്ടും ബ്രാൻഡ്സ് ഡെവലപ്പ് ചെയ്തെടുത്ത് വേൾഡ് വൈഡ് ബിസിനസ്സിലേക്ക് എത്തിക്കുക. അത്രയൊരു ഗോൾ എൻ്റെ കയ്യിലുള്ളൂ. അതല്ലാതെ ഈ ഒരു ലൈഫ് സ്റ്റൈൽ, ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ ഈ പല ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്നത് ലൈഫ് സ്റ്റൈലൊന്നും കണ്ടിട്ടില്ല. അതിനോടൊന്നും താല്പര്യമില്ല. പിന്നെ വണ്ടിയിലേക്കൊക്കെ ഇച്ചിരി ആഗ്രഹങ്ങളുണ്ട്. കാറ് ഇത്രയും കാശ് വാങ്ങിക്കണം, ഇങ്ങനെ കാശ് വാങ്ങിക്കണം, അതിലേക്ക് ഇങ്ങനത്തെ കാശ് വാങ്ങിക്കണം. അതായത് ഇങ്ങനെ ഈ കാറൊക്കെ കണ്ട് പണ്ട് പോലെ ഈ കാറിലൊക്കെ മറ്റേ നമ്മൾ കണ്ട് കാർസൊക്കെ വാങ്ങിക്കണം എന്നൊരാഗ്രഹമുണ്ട്. അത് മാത്രമേ ലൈഫ് സ്റ്റൈലേ ആഗ്രഹങ്ങൾ ഉണ്ടാവുള്ളൂ. ഏത് കാറിനോടാണ് കൂടുതൽ താല്പര്യം? കൂടുതൽ താല്പര്യം ഫെറാറി അങ്ങനത്തെ വണ്ടികളിലേക്കായിരിക്കും. ഫെറാറി. പിന്നെ
ഇന്ത്യയിലൊക്കെ ഓടിക്കാൻ വേണ്ടി വെച്ച് നോക്കിയാൽ ഇന്ത്യ ഫെറാറി ഓടും. വന്നാലും കുറച്ചും കൂടി ഇന്ത്യയിലത്തെ റൂട്ടൊക്കെ വെച്ച് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ബെൻസാണ്. ഇപ്പോൾ നമ്മളോടൊപ്പം കുറേ നേരം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്ര നേരം സംസാരിച്ചതിൽ നിന്ന് ബ്രോയ്ക്ക് എന്നെ പറ്റി പേഴ്സണലി തോന്നിയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ചില്ലാണ്, നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് എന്ന് ഞാൻ ഫീൽ ചെയ്തു. അത്രമാത്രം എല്ലാം കൊണ്ട് നല്ലതാണ്. അൻഫാല് പവർ ഓഫ് മണി എന്നുള്ളത് എന്തെങ്കിലും എപ്പോഴെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് മണി ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, മണി ഉള്ളത് കൊണ്ട് എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഇതാക്കാനായിട്ട് പറ്റി. ഇപ്പോൾ മേ ബി അൻഫാല് ഈ ഒരു അച്ചീവ്മെന്റ് ഉണ്ടായത് കൊണ്ടായിരിക്കാം നമ്മളിങ്ങനെ ഇന്റർവ്യൂ പോലും നമ്മളിപ്പോൾ സംസാരിക്കുന്നുണ്ടാവുക. അതൊരിക്കലും നിങ്ങൾ അച്ചീവ്മെന്റ് കണ്ടിട്ടല്ല, എൻ്റെ മണി കണ്ടിട്ടല്ലായിരിക്കും വിളിച്ചത്. ഞാൻ ഈ ഇപ്പോൾ ഈ ബിസിനസ് ചെയ്തതുകൊണ്ട് എന്നെ ഇപ്പോൾ വിളിച്ച ഏറ്റവും താങ്ക്സ് ഞാൻ പറയുന്ന സംരംഭത്തിൻ്റെ അടുത്ത് അവരുടെ അടുത്ത് ചോദിക്കുന്നത്, അവർ ഒരിക്കലും എൻ്റെ പൈസയോ എൻ്റെ ഇതോ കണ്ടിട്ടല്ല അവരെന്നെ വിളിച്ചത്. അവരെന്നെ വിളിച്ചത് എൻ്റെ കഴിവും കണ്ട്, അത് എൻ്റെ കഴിവെന്ന് ഞാൻ പറയാനുള്ള എൻ്റെ സംസാരിക്കുന്ന രീതി കണ്ട്, ഞാൻ ബിസിനസ് ചെയ്യുന്ന നല്ല രീതിയിലാണെന്ന് കണ്ടിട്ടാണ് അവർ വിളിച്ചത്. ഒരിക്കലും എൻ്റെ പൈസയോ എൻ്റെ ഡീറ്റെയിൽസോ അന്വേഷിച്ചിട്ടല്ല വിളിച്ചത്. എനിക്ക് ആദ്യം പ്രൊമോഷൻ ചെയ്ത് തന്നാലും എനിക്ക് എൻ്റെ പൈസ എന്നൊന്നും എൻ്റെ കയ്യിൽ പൈസയില്ല, 150 രൂപ. ആരും പൈസ വെച്ച് പവറെന്ന് വെച്ച് ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്നില്ല. അത് വെച്ച് പ്രാക്ടിക്കലി പോസിബിൾ ആക്കാം. നമുക്ക് വേണമെങ്കിൽ പൈസ വെച്ച് നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാൻ പറ്റുമായിരിക്കാം. ഞാൻ അതിലേക്കൊന്നും വിശ്വസിക്കുന്നില്ല. ഹെൽപ്പിംഗ് എന്നുള്ളതാണ് അല്ലേ? ഹെൽപ്പിംഗ്. അപ്പം അവര് ഫസ്റ്റ് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണല്ലോ ഞാൻ ഇവിടെ എത്തി നിൽക്കണത്. ഓക്കെ. അൻഫാലിൻ്റെ ലൈഫിൽ ഇപ്പോൾ ഒരുപാട് അക്കംപ്ലിഷ്മെന്റ് എന്നുള്ളത്, നേട്ടങ്ങൾ എന്നുള്ളത് ഉണ്ടായിട്ടുണ്ടാകും. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രൗഡ് ഫീൽ ചെയ്യുന്ന അക്കംപ്ലിഷ്മെന്റ് എന്തായിരിക്കും? എനിക്ക് ആദ്യത്തെ 10,000 രൂപ കിട്ടിയതാവും. അതായിരിക്കും. പിന്നെ വേറെ ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു. ആദ്യത്തെ 10,000 കിട്ടി. വീണ്ടും പൈസ പോയായിരുന്നല്ലോ. പൈസ പോയിട്ട് ഒരു മാസം ഞാൻ മൊത്തം 30,000 എൻക്വയറീസ് മൊത്തം ഞാൻ തന്നെ മെസ്സേജ് റിപ്ലൈ ചെയ്ത് ഓർഡേഴ്സ് ആക്കി എടുത്ത് ഞാൻ തന്നെ പോയി മാർക്കറ്റിൽ പോയി വാങ്ങിച്ച് പാക്ക് ചെയ്ത് എല്ലാം അയച്ചു തന്നെയായിരുന്നു. ആ മാസാവസാനം ഭയങ്കര ഒരു മാസാവസാനം അക്കൗണ്ടിൽ കിടക്കണേ. പിന്നെ ആ മാസത്തെ ഒരു കഷ്ടപ്പാട് മൊത്തം എനിക്കൊരു ഭയങ്കര വലിയൊരു അച്ചീവ്മെൻറ്റോ ഏറ്റവും സന്തോഷപ്പെട്ട സംഭവമായിരുന്നു. അതിനെല്ലാം ഉപരി ആ ഒരു ഫസ്റ്റത്തെ 500 രൂപയും ആദ്യത്തെ 10,000 രൂപയായിരിക്കും എൻ്റെ ഏറ്റവും വലിയ. അതുപോലെ തന്നെ അൻഫാലിന് ഇപ്പോൾ ഒരുപാട് അപ്രിസിയേഷൻ കാര്യങ്ങളൊക്കെ പലരുടെ അടുത്തുനിന്നും കിട്ടിയിട്ടുണ്ടാവും. ഇതുവരെ കിട്ടിയതിൽ ഏറ്റവും മറക്കാനായിട്ട് പറ്റാത്ത ഒരു അപ്രിസിയേഷനോ അങ്ങനെ സംതിങ് എന്തെങ്കിലും ഉണ്ടോ? അച്ഛൻ്റെ അടുത്ത് നിന്നായിരിക്കും. എന്തായിരുന്നു ആ ഒരു മൊമെന്റ്? അത് നല്ലൊരു മൊമെന്റ് ആയിരുന്നു. അതായത് അങ്ങനെ നല്ല കാര്യം അങ്ങനെ അച്ഛൻ്റെ അടുത്ത് നിന്നായിരിക്കും എനിക്ക് അച്ഛൻ അപ്രീസിയേറ്റ് ചെയ്യാൻ കുറച്ച് ഏറ്റവും മനസ്സിൽ ഓർത്തെടുക്കും. ലാസ്റ്റ് ഒരു ചോദ്യം കൂടി. ഓരോ മനുഷ്യന് അല്ലെങ്കിൽ ഓരോ ടീനേജേഴ്സും അവനവൻ്റെ ലൈഫിൽ ഈ ഒരു ഫേസിലൂടെ കടന്നു പോകണം, ഈ ഒരു കാര്യമൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? എല്ലാ ടീനേജേഴ്സും ഇത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുള്ളതുപോലെ അത് എക്സ്പീരിയൻസ് ചെയ്യുക, അവരുടെ സ്വന്തം ഡ്രീമിനെ ഫോളോ ചെയ്ത് പോവുക, അവരുടെ ഡ്രീമിനെ എൻജോയ് ചെയ്യുക, അത് എക്സ്പീരിയൻസ് ചെയ്യുക, ഡ്രീമിനെ എക്സ്പീരിയൻസ് ചെയ്ത് കൊണ്ടുപോകുക. അതായിരിക്കും ഞാൻ പറയാം. അവരുടെ ഡ്രീമിൽ പോകുമ്പോൾ അവർക്ക് കണ്ടമാനം എക്സ്പീരിയൻസസ് കിട്ടും. ഇപ്പോൾ ഫെയിലിയേഴ്സ് ആയാലും ഫെയിലിയേഴ്സും എൻജോയ് ചെയ്ത് നമുക്ക് ഫെയിൽ ചെയ്യാൻ പറ്റും. അൻഫാൽ ഇപ്പോൾ 16 വയസ്സുകാരനാണ്. ഈ വീഡിയോസ് കാണുന്ന 30s എന്തെങ്കിലും പറയാറുണ്ടോ? 30 വയസ്സുള്ള ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്തിട്ടും നടക്കാതെ ഫെയിലായി, പല പ്രാവശ്യം ഫെയിലായി, വീണ്ടും ട്രൈ ചെയ്യുക, അതൊക്കെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്തിലേക്ക് പോവാം. അതായത് ഇഷ്ടപ്പെട്ട ഫീൽഡിലേക്ക് പോവാം. ഇപ്പം എല്ലാവർക്കും സക്സസ്ഫുൾ ആവാൻ പറ്റില്ല. ഇപ്പം എനിക്കും ഞാനിപ്പോൾ കംപ്ലീറ്റ് സക്സസ്ഫുൾ അല്ല. ഞാൻ ചിലപ്പോൾ എൻ്റെ 30th വയസ്സിൽ ഞാൻ സക്സസ്ഫുൾ ആയിട്ട് ഒന്നുമില്ലാണ്ട് ജീവിക്കുന്ന ഒരാളായിരിക്കും. അപ്പോൾ ഒരിക്കലും സക്സസ് ആയിരിക്കും ഒരിക്കലും ഇന്ന സമയം വരെ നമുക്ക് അടിച്ചു വെച്ചിട്ടിരിക്കണമല്ല. ലൈഫ് ലോങ് ഒരിക്കലും നമുക്ക് സക്സസ് ഉണ്ടാവില്ല. ഇപ്പോൾ KFC ഓണർ തന്നെ 65ാമത്തെ വയസ്സിലാണല്ലോ സക്സസ് ആയി. അപ്പോൾ അങ്ങനത്തെ വ്യത്യാസങ്ങളുണ്ട്. അതെ, മേ ബി ഒരു സമയത്ത് അൺസക്സസ്ഫുൾ ആയിട്ട് പിന്നീട് സക്സസ്ഫുൾ ആവാം. ഇപ്പം സക്സസ്ഫുൾ ആയിരിക്കണവർ ഭാവിയിൽ അൺസക്സസ്ഫുൾ ആവാം. അങ്ങനെ അൺസക്സസ്ഫുൾ ഹാബിറ്റ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ടുണ്ട്? അങ്ങനെ ഒന്നുമില്ല. ഓക്കെ. സോ നമ്മളുടെ ഈ ഒരു സെഷൻ ഇവിടെ, നമ്മളുടെ ഇന്റർവ്യൂ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ ഇത്രയും നേരം നമ്മളുടെ കൂടെ നിന്ന് ഒരുപാട് വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്തതിനും പേഴ്സണലി അൻഫാലിനോട് ഇന്ററാക്ട് ചെയ്യാനായിട്ട്
സാധിച്ചതിൽ തന്നെ വളരെയധികം ഹാപ്പിയാണ്. സോ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. സോ നമ്മളുടെ ചെറിയ ഇൻ്റർവ്യൂ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് ക്വാളിറ്റി ആയിട്ടുള്ള തിങ്സ് ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഈ ലഭിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് അടുത്ത വീഡിയോ എന്നുള്ള രീതിയിൽ പോവാതെ അതൊക്കെ നോട്ട് ചെയ്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഇതിൽ നിന്ന് ഒരൊറ്റ കാര്യമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിലും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിനും ഈ ഒരു ടൈം സ്പെൻഡ് ചെയ്തതിനും ഒക്കെ ഒരു റിസൾട്ട് ഉണ്ടായി എന്ന് തന്നെ പറയാം. സോ എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Wish you all the best. It's me, Akshay, and It's me, Muhammad Falam Shad. Stay grounded. Bye all.